നമസ്കാരം. കേരളത്തിന് തിരിച്ചടിയാകുന്ന പുതിയ രീതി മണ്ഡല പുനർനിർണയം തലവേദനയാകുന്നു. കേരളത്തിന് തിരിച്ചടിയാകുമോ മണ്ഡല പുനർനിർണയം? കേരളത്തിലെ എംപിമാരുടെ എണ്ണം എന്ന് പറയപ്പെടുന്നത് നിലവിൽ 20 അത് 20 നിന്ന് 30 പോകുന്നു. തിരുവനന്തപുരത്താണെങ്കിൽ ഒരു സീറ്റ് എന്നുള്ളത് 3 ലോക്സഭാ സീറ്റുകളായി മാറാൻ പോകുന്നു. ലോക്സഭയിലെയും നിയമസഭകളിലെയും അംഗസംഖ്യ 50% വർദ്ധിപ്പിക്കുവാൻ പോകുന്നു. വനിതാ സംവരണമടക്കം നടപ്പിലാക്കാൻ പോകുന്നു. സംവരണ സീറ്റുകളിൽ ഒരു റൊട്ടേഷൻ സംവിധാനം വരാൻ പോകുന്നു. ഇങ്ങനെ പുതിയ മാറ്റങ്ങൾ രാജ്യത്തെ നിയമനിർമ്മാണ സഭകളിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റത്തിന് വഴിയൊരുക്കുന്ന വനിതാ സംവരണ നിയമം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് നിർണായകമായിട്ടുള്ള നീക്കങ്ങളുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നു. നിലവിലെ പട്ടികജാതി വർഗ സംവരണ സീറ്റുകൾ അതുൾപ്പെടെയാകും വനിതകൾക്കായിട്ട് 33% സീറ്റുകൾ നീക്കിവെക്കുക. ഈ സംവരണ സീറ്റുകൾ പിന്നീട് റൊട്ടേഷൻ സംവിധാനത്തിലൂടെ മാറി വരും എന്നതാണ് പുതിയ ഭേദഗതിയിലെ പ്രധാന സവിശേഷത. വിഷുവിന് പിന്നാലെ കൂടുന്ന പ്രത്യേക പാർലമെന്റ് സമ്മേളനം ഈ നിയമ ഭേദഗതികൾ ചർച്ച ചെയ്യാൻ പോകുന്നു. ലോക്സഭയിലെയും നിയമസഭകളിലെയും അംഗസംഖ്യ എന്ന് പറയപ്പെടുന്നത് 50% വർദ്ധിപ്പിക്കുവാൻ പോകുന്നു. കേന്ദ്രം ലക്ഷ്യമിടുന്നത് അത്തരത്തിലൊരു പുതിയ പുനർനിർണയമാണ്. വനിതാ സംവരണത്തെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പിന്തുണയ്ക്കുന്നതിനാൽ പാർലമെന്റിൽ 2/3 ഭൂരിപക്ഷത്തോടെ ഭരണഘടനാ ഭേദഗതി പാസാക്കാൻ സർക്കാരിന് എളുപ്പമാകും. 15 വർഷത്തേക്കാകും പ്രാഥമിക ഘട്ടത്തിൽ സീറ്റുകൾ സംവരണം ചെയ്യുക എന്നും സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുകയാണ്. അതേസമയം പുതിയ മണ്ഡല പുനർനിർണയം കേരളം പോലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് രാഷ്ട്രീയവും ഭരണപരവുമായിട്ടുള്ള തിരിച്ചടിയാകുമെന്നുള്ള ആശങ്ക വളരെ ശക്തമാണ്. ജനസംഖ്യ ആനുപാതികമായിട്ട് സീറ്റുകൾ വർദ്ധിപ്പിക്കുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വലിയ നേട്ടം ഉണ്ടാകും. 80 എംപിമാരുള്ള ഉത്തർപ്രദേശിൽ അവിടുത്തെ അംഗസംഖ്യ ഏകദേശം 120 ആയി ഉയരുമ്പോൾ കേരളത്തിലെ എംപിമാരുടെ എണ്ണം എന്ന് പറയപ്പെടുന്നത് 20 നിന്ന് 30 മാത്രമായിട്ട് വർദ്ധിക്കുന്നുള്ളതാണ്. തിരുവനന്തപുരത്തെ ലോക്സഭാ സീറ്റുകൾ എന്ന് പറയപ്പെടുന്ന 2 നിന്ന് അത് 3 മാറും എന്നതാണ്. ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പിലാക്കിയ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ഇതോടുകൂടി ദേശീയ രാഷ്ട്രീയത്തിൽ കൂടുതൽ തഴയപ്പെടുമെന്നുള്ള വിമർശനം ഉയരുകയാണ്. സാമ്പത്തിക വിഹിതം നിശ്ചയിക്കുന്നതിലും ഭരണപരമായിട്ടുള്ള തീരുമാനങ്ങളിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആധിപത്യം വർദ്ധിക്കാൻ ഇത് കാരണമായി തീരും. 2029 പൊതു തിരഞ്ഞെടുപ്പോടെ വനിതാ സംവരണം പൂർണ്ണമായിട്ടും നടപ്പിലാക്കുവാനാണ് കേന്ദ്രത്തിന്റെ നീക്കം എന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ദേശീയ ജനസംഖ്യാ കണക്കെടുപ്പായിട്ടുള്ള സെൻസസും അതിനുശേഷം മണ്ഡല പുനർനിർണയവും പൂർത്തിയാക്കിയ ശേഷമേ സംവരണം നടപ്പിലാക്കൂ എന്നുള്ളതാണ് 2023 ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷാ വ്യക്തമാക്കിയിരുന്നത്. ഇതുമായിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുവാൻ തന്നെയാണ് പുതിയ നിയമ ഭേദഗതികൾ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. 27 വർഷമായി നീണ്ടുനിന്ന തർക്കങ്ങൾക്കൊടുവിൽ 2023 വനിതാ സംവരണ ബിൽ പാസ്സായത്. അന്ന് 454 എംപിമാരുടെ പിന്തുണ ആ ബില്ലിൽ ലഭിക്കുകയും ചെയ്തിരുന്നു. സീറ്റുകളുടെ റൊട്ടേഷൻ സംവിധാനം വരുന്നതോടെ ഓരോ മണ്ഡലത്തിലും വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ സാധിക്കുമെന്നാണ് സർക്കാരിന്റെ വാദം. എന്നാൽ മണ്ഡല പുനർനിർണയത്തിലെ അപാകതകൾ പരിഹരിച്ചില്ല എങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സ്വാധീനം അത് പാർലമെന്റിൽ കുറയുമെന്നത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ്. സംസ്ഥാന നിയമസഭകളിലും സമാനമായിട്ടുള്ള രീതിയിൽ 50% സീറ്റുകൾ വർദ്ധിക്കുന്നതോടെ പ്രാദേശിക രാഷ്ട്രീയത്തിലും ഒപ്പം തന്നെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിലും ഒക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. വരുന്ന പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷം ഈ സീറ്റ് വിഭജനത്തിലെ അസന്തുലിതാവസ്ഥ ഉയർത്തിക്കാട്ടാനാണ് സാധ്യത. വനിതാ സംവരണത്തെ അനുകൂലിക്കുമ്പോഴും കേരളം നേരിടുന്ന പ്രാതിനിധ്യ കുറവ് അത് പ്രധാന ചർച്ചാ വിഷയമാകും. ഓരോ 3 പൊതു തിരഞ്ഞെടുപ്പുകൾ കൂടുമ്പോഴും സംവരണ മണ്ഡലങ്ങളിലെ റൊട്ടേഷൻ സംവിധാനം എന്ന് പറയാം അത് മാറ്റം വരുത്തുന്ന രീതിയാകും റൊട്ടേഷൻ സംവിധാനത്തിലൂടെ നിലവിൽ വരിക എന്നുള്ളതാണ്. വനിതാ സംവരണവും മണ്ഡല പുനർനിർണയവും ഒരുമിച്ച് വരുമ്പോൾ രാജ്യത്തെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ അഴിച്ചുപണികൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. വരാനിരിക്കുന്ന നിയമ ഭേദഗതികൾ പാസ്സാകുന്നതോടെ ഇന്ത്യൻ ജനാധിപത്യം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കും. മാത്രമല്ല ഭരണഘടനയുടെ 128 ഭേദഗതി ബില്ലിലൂടെ ഈ മാറ്റങ്ങൾ നിയമപരമാക്കാൻ പോവുകയാണ് എന്നുള്ള. അപ്പോൾ കേരളത്തിന് തിരിച്ചടിയാകുന്നതാണോ ഈ പുതിയ രീതി എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഉത്തരം പറയാൻ കഴിയില്ല. മാത്രമല്ല ഈ മണ്ഡല പുനർനിർണയം വലിയ ആയി മാറും കേരളത്തിന് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. 20 ലോക്സഭാ സീറ്റുകൾ 30 ആവുകയും ഒപ്പം തന്നെ 140 എന്ന് പറയപ്പെടുന്ന നിയമസഭാ സീറ്റുകൾ 210 എന്ന് പറയപ്പെടുന്ന എണ്ണത്തിലേക്കുമൊക്കെ കുതിച്ചുയരുമ്പോൾ വലിയ സാധ്യതകൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ കൂടിയും അവിടെ മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ടാകും. ഇപ്പോൾ സീറ്റ് തർക്കം നിലനിൽക്കുന്നതിനേക്കാളേറെ വലിയ സീറ്റ് തർക്കം ഇതിനകത്തുണ്ടാകും. ഒപ്പം തന്നെ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 80 സീറ്റുള്ള ഉത്തർപ്രദേശിൽ 120 ലോക്സഭാ മണ്ഡലങ്ങളാകുമ്പോൾ ഇവിടെ 20 സീറ്റുള്ള ലോക്സഭാ സീറ്റായിട്ടുള്ള കേരളത്തിൽ 30 സീറ്റുകൾ മാത്രം ഒതുങ്ങുന്ന ഒരു കാലാവസ്ഥയിലേക്ക് എത്തപ്പെടും. സ്വാഭാവികമായിട്ടും സാമ്പത്തിക വാണിജ്യ മേഖലകളിലെ തഴയപ്പെടൽ സ്വാഭാവികമായിട്ടും കേരളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നുള്ള സൂചനകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്.
എന്തായിരിക്കും വലിയ തിരിച്ചടികൾ നേരിടാൻ പോകുന്നത് കേരളത്തിന് എന്നുള്ളത് കാത്തിരുന്ന് കാണുക തന്നെയാണ്.